ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ചായകുടിയെല്ലാം കഴിഞ്ഞോ? വൈകുന്നേരത്തെ ചായകുടിയൊക്കെ കഴിഞ്ഞോ? നമ്മൾ കുടിച്ചില്ല കേട്ടോ. എൻ്റെ അമ്മമാരൊരു കാര്യം പറഞ്ഞു, അപ്പം അത് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് ചെയ്യാനിങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് അന്ന് എന്തുകൊണ്ട് എൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി നമുക്ക് ഒന്നിച്ച് പോയി അങ്ങ് ഉണ്ടാക്കി. നമ്മൾ എന്തുണ്ടാക്കിയാലും നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് പോയല്ലേ ആക്കുന്നത്. അപ്പം അത് അതേപോലെ തന്നെ അങ്ങ് പോട്ടെ എന്ന് ഓർത്തു. അപ്പം ഞാൻ നമ്മുടെ പണ്ടത്തെ വല്യപ്പന്മാരൊക്കെ കഴിച്ചിട്ടുള്ള സാധനം ഉണ്ടാക്കാൻ പോകും. അട ഉണ്ടാക്കുന്നത് എല്ലാവരും ആവി വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. നമുക്ക് അട ചുട്ട് വല്യപ്പന്മാരൊക്കെ എങ്ങനെ കഴിക്കുന്നതെന്നുള്ള എൻ്റെ അമ്മമാരൊരാഗ്രഹം പറഞ്ഞു, അട ചുട്ട് തിന്നണ ഇങ്ങനെ ചുട്ട് കഴിക്കുന്ന അട ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഉണ്ടാക്കിത്തരാം. നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലേ അവർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റാത്തതൊന്നും നമുക്ക് ചെയ്തു കൊടുക്കാം. അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർ പറയുന്നത്, ആ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് ഇനി എന്തുണ്ട്. അപ്പം നമ്മളത് പറ്റുന്നത് നമുക്ക് സന്തോഷമാകുന്നതാണ്, നമ്മൾ അവർക്കാക്കി കൊടുക്കും. അപ്പോൾ ആ സന്തോഷത്തിന് നമുക്കെല്ലാവർക്കും കൂടെ പങ്കുചേരാം. അപ്പം അതിന് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയും കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടി ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഇളക്കാൻ നോക്കുമ്പോൾ ഓർത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന്. അപ്പം നമ്മൾ സാധാ രീതിയിലാണ് ഉണ്ടാക്കുന്നത്, നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്ത് മറ്റേ പഷ്കാരത്തിനുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല, അണ്ടിപ്പരിപ്പ് ഒന്നിനും അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ. തേങ്ങ, വെല്ലം, പിന്നെ ജീരകം, ഏലക്ക, ഇതൊക്കെയാണല്ലോ പണ്ട് കാലത്തുണ്ടായിരുന്നത്. വേറെ അങ്ങനത്തെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതെല്ലാം പൊടിച്ച് എല്ലാം ആക്കി. പിന്നെ നമ്മുടെ മെയിൻ താരം, ഈ താരം ഇല്ലെങ്കിൽ നമുക്കൊന്നും ആക്കാൻ പറ്റില്ലല്ലോ, വാഴയില. അപ്പം ഇനി നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇനി പൊടി കുഴയ്ക്കട്ടെ, കുഴച്ച് എല്ലാം റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ബാട്ടോ, നമുക്ക് എല്ലാവർക്കും കൂടെ പോകാം. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടുകാരും കൂടെ വരണം. എന്നല്ല നമുക്ക് ഇത് പ്രത്യേക ഒരു ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയി ഉണ്ടാക്കാം. അപ്പം നമ്മുടെ പൊടി കുഴയ്ക്കും കേട്ടോ. മമ്മിക്ക് ഭയങ്കര ചുമ കുറയുന്നില്ല. കുറേ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുത്തു, മരുന്ന് മേടിച്ചു, എന്നിട്ടൊന്നും കുറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയണേ. ചുമേൻ്റെ കുറേ മരുന്ന് ഞാൻ ഉണ്ടാക്കി കൊടുത്തു, ഒന്നും അങ്ങ് ഏൽക്കുന്നില്ല അങ്ങോട്ട്. എന്താ സംഭവം എന്നറിയത്തില്ല, ഭയങ്കര ചുമ. ഇപ്പോൾ കുറേ പ്രാവശ്യം കൊണ്ടേ മരുന്ന് മേടിച്ച് ഡോക്ടർ പറഞ്ഞ് 21 ദിവസത്തേനുണ്ടാവും എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചുമയും പനി. പിന്നെ എൻ്റെ കൂട്ടുകാരെ, ഈ കാണുമ്പോൾ ലൈക്കൊക്കെ ചെയ്യണേ, കണ്ടുപോവാതെ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിലും എല്ലാവരും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചേർന്നേ. പാവല്ലേ ഞാൻ, ഓരോ ലൈക്കൊക്കെ തരണം കേട്ടോ, കണ്ടുപോവാതെ. അതും കാണാൻ നിങ്ങൾ ഫേസ്ബുക്ക് മാത്രം നോക്കല്ലേ, യൂട്യൂബ് ചാനലും കണ്ട് എന്നെ ഇതാക്കണേ, സപ്പോർട്ട് അടിക്കുക എല്ലാവരും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ. കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ കുഴച്ചിട്ടത് ഈ പരുവത്തിലായേ. ഇനി നമുക്ക് ഇലയിലേക്ക് പരട്ടാം. കാണത്തില്ലേ കൂട്ടുകാരെ? അപ്പം നമുക്ക് പരത്താട്ടോ. ഇലയിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അധികം നമ്മുടെ ചപ്പാത്തീൻ്റെ ഇച്ചിരി ലൂസ് വേണം കേട്ടോ. ചപ്പാത്തി ഫുൾ ഡ്രൈ അല്ലേ ഇതിന്, അതിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ട് പരട്ടുക. വെള്ളം ചേർത്ത് ആക്കിയെടുക്കുക. പച്ചവെള്ളത്തിലൊക്കെ കുഴച്ചെടുത്താൽ മതി കേട്ടോ. കട്ടി കുറച്ചെടുത്താൽ പെട്ടെന്ന് ആയിക്കോളൂ കേട്ടോ, ഓവർ കട്ടിയില്ലാതെ. പണ്ടൊക്കെ കാരണവർ ചട്ടിയിലൊക്കെ ഇല്ലേ ഞാൻ വെക്കുന്നത്, ദോശക്കല്ലിലാണ് വെക്കുന്നത്. നിങ്ങളത് കമൻറ്റ് വീടല്ലേ. പണ്ടത്തെ കാരണന്മാരുണ്ടാക്കുന്നതെന്നും പറഞ്ഞിട്ട് ഇതെന്താ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കില്ലേ. നമ്മുടെ തേങ്ങ, വെല്ലം, ഏലക്ക, ജീരകം കേട്ടോ, ഇതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം ഒന്ന്. ചിലർ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടും കേട്ടോ, നമുക്കത് വേണ്ട. നമ്മൾ പഴയ രീതിയല്ലേ ഉണ്ടാകും, നമ്മൾ നാടൻ ഭക്ഷണം. കുറച്ചും കൂടെ വച്ചേക്കാം അല്ലേ, കഴിക്കുന്നവർക്കൊരു. ഇനി ഇത് ഇങ്ങനെ മടക്കുക.
ദോശക്കല്ല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ദോശക്കല്ല് ചൂടായി കേട്ടോ. ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവുകയല്ല. പെട്ടെന്ന് ഇതാ എണ്ണ കൂട്ടി വെക്കുവാണെങ്കിൽ ഇലക്കൊരു മയം കിട്ടും. അപ്പം നമ്മുടെ മെയിൻ താരത്തിന് വെച്ച് ആവട്ടെ. അപ്പം തന്നെ നമുക്ക് അരിച്ച് കാട്ടാം കേട്ടോ. നമ്മൾ ഒരു സൈഡ് മറിച്ചിട്ട് ഇനി അടുത്ത സൈഡും കൂടെ മറിച്ചിടാം കേട്ടോ. എന്താ എണ്ണ വെറ്റിയാണ് അധികം ഇല വാടില്ല കേട്ടോ, കരിഞ്ഞ് പിടിക്കില്ല അതിൻ്റെ അടിയിൽ. രണ്ടെണ്ണം ആക്കി വെച്ചിട്ടുണ്ട്, ഇതാകുമ്പോൾ തന്നെ നമുക്കതാക്കാം. ആയി കേട്ടോ. ഇനി സൈഡ് ഒന്ന് ഇതാവട്ടെ, നടു ഇല്ലേ അവിടെ ഒന്നുണ്ട്. എൻ്റെ കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കണം കേട്ടോ, ഉണ്ടാക്കി കഴിക്കണേ. നല്ല ടേസ്റ്റ് കേട്ടോ. പണ്ടത്തെ കാരണവന്മാരുടെ ആരോഗ്യ രഹസ്യമാണിത്. ഇതൊക്കെയാണ് അവർ പാവങ്ങൾ കഴിക്കുന്നത്. എൻ്റെ പപ്പേൻ്റെ അമ്മയും എൻ്റെ ചേട്ടായിൻ്റെ അമ്മയും എല്ലാവരും അതെ, പണ്ടത്തെ ഫുഡ് അവരുടെ ഇതായിരുന്നു നന്നായിട്ടൊക്കെ. അത് വെച്ചിട്ടായിരിക്കും എൻ്റെ അമ്മമാർ പറഞ്ഞത് അവർക്ക് ഇങ്ങനത്തെ കഴിക്കാൻ ആഗ്രഹമാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷമല്ലേ. അപ്പം ഇതായോ കേട്ടോ. കൈ കൊണ്ട് അടുത്ത് വെക്കാം നമുക്ക്. എണ്ണ ഉള്ളേ ദോശക്കല്ലിൽ, അതുകൊണ്ടാട്ടോ. വേണമെങ്കിൽ നമുക്ക് ഈ ഇലയിൽ തിരിഞ്ഞ് വരുമ്പോൾ അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ അടചുടലാട്ടോ. വെന്തിട്ടില്ല, ഇച്ചിരി തീ കൂട്ടി വെക്കാം. സൈഡിൽ കൂടെ വേട്ടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ട് എല്ലാം ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി കേട്ടോ. ഇതുണ്ടോ നല്ല അടിപൊളി അടയും കട്ടൻ ചായയും. ഇപ്പം എൻ്റെ കൂട്ടുകാരെ ഇന്ന് കഴിക്കട്ടെ. അമ്മമാർക്കൊക്കെ ചുമയായ കാരണം അവർക്ക് ഞാൻ കഴിക്കാം. ചുമക്കുന്ന കേട്ടില്ല. നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല മധുരം. ഏലക്കായൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. മെയിൻ നമ്മുടെ താരത്തിൻ്റെ ഇതാണ്, വാഴയിലക്കകത്തുള്ള നല്ല സ്മെല്ലല്ലേ, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ ചായയുടെ കടി അട ചുട്ടതും കട്ടൻ ചായയും. ഇച്ചിരി കടുപ്പം കുറഞ്ഞു അല്ലേ കട്ടൻ ചായക്ക്. ഞാൻ ലൈറ്റായി എടുത്തതാണ്, പെട്ടെന്ന് പൊടി ഇട്ടത് കുറഞ്ഞു പോയി. സാറില്ല അല്ലേ, നമുക്ക് അടുത്തതിൽ കാണാം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അടയൊക്കെ പരമാവധി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവരെല്ലാം ഇതേപോലെ അടയൊക്കെ ഇടയ്ക്കൊക്കെ നമ്മുടെ പണ്ടത്തെ ചാച്ചന്മാരൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ ഉണ്ടാക്കി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. എപ്പോഴും പുഴുങ്ങി ഒക്കെ കഴിക്കുന്നവർ ഒന്ന് ചുട്ടൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണേ. എൻ്റെ ഫേസ്ബുക്കിൽ മാത്രം നിങ്ങൾ ഇടല്ലേ, യൂട്യൂബിൻ്റെ അകത്തും ലൈക്കൊക്കെ ചെയ്ത് തരണം കേട്ടോ. കണ്ടിട്ട് പോവാതെ ഒരു ലൈക്കൊക്കെ തരണേ, പാവല്ലേ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നേക്കും. ബായ്.